നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ആയുധം പോലെയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എങ്കിൽ വളരെയധികം അപകടം പിടിച്ച ഒരു മേഖലയാണിത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നിരവധി ആത്മഹത്യകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ 2 ദിവസമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോഴിക്കോട് സ്വദേശി ആത്മഹത്യ ചെയ്യുകൂടി ചെയ്തതോടുകൂടി കേരളത്തിൽ ഇത് വളരെ വലിയൊരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഈ വീഡിയോ കണ്ടതാണ്. ഈ വീഡിയോക്കകത്ത് ഇദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തതായി നമുക്കാർക്കും അന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത പെൺകുട്ടി അവര് ഇതിനെ ന്യായീകരിച്ചത്, ഇവര് ബസ്സിലോട്ട് കയറി വരുന്ന സമയത്ത് ഈ ആത്മഹത്യ ചെയ്ത ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അവരുടെ മുഖഭാവം കണ്ടുകൊണ്ട് അവർക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്, ഇദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കി അതിനുശേഷം അവർ വീഡിയോ ഓണാക്കി അങ്ങനെ ഇദ്ദേഹത്തോട് അടുത്ത് ചെന്ന് അദ്ദേഹം എന്താ ചെയ്യുന്നത് നോക്കി അങ്ങനെ അദ്ദേഹത്തെ മനഃപൂർവ്വം ഇത്തരത്തിലുള്ളൊരു കണ്ടന്റിന് വേണ്ടി പെടുത്തിയതാണ് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള കിട്ടിയതെല്ലാം കണ്ടന്റ് ആക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. ഇവരൊക്കെ നിയന്ത്രിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യാതൊരു ഉളുപ്പുമില്ലാതെ ഇവര് എവിടെയും കയറി ചെന്ന് വീഡിയോ എടുക്കുകയാണ്. കിട്ടിയതെല്ലാം കണ്ടന്റാക്കി സോഷ്യൽ മീഡിയയിൽ തള്ളുകയാണ്. അതിന് കൈയടിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ പിന്നാലെയുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് AI കാലഘട്ടമാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ തന്നെ ഫേക്കായിട്ട് നിർമ്മിക്കാൻ മിനിറ്റുകൾ മാത്രം മതി. അപ്പോൾ ഇവരെങ്ങനെ കയറി വിട്ടാൽ ഭാവിയിൽ നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ നാടൊക്കെ എന്താവുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയായിരിക്കും കടന്നു പോവുക. അപ്പൊ ഇന്ന് തന്നെ സർക്കാരും മറ്റുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സൈബർ ക്രൈമുകൾക്കെതിരെ ശക്തമായ നിയമനിർമ്മാണം നടപ്പിലാക്കാനുള്ള, അല്ലാതെ കൊണ്ടുവരാനുള്ള ചർച്ചകളുമായിട്ട് മുമ്പോട്ട് പോകണം. അല്ലാത്ത പക്ഷം നാളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ അരാജകത്വം വാഴുന്നൊരു നാടായിട്ട് നമ്മുടെ കേരളം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഈ പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകളൊക്കെ വന്ന സമയത്ത് ഇപ്പൊ ഞാനൊക്കെ അതിനെ വളരെ പുച്ഛത്തോടു കൂടിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പെണ്ണ് വിചാരിച്ചാൽ എത്ര വലിയ ഉന്നതനായ ഒരു വ്യക്തിയെയും ഏത് കേസിലും കൊടുക്കാം എന്നൊരു അവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ കുടുങ്ങുന്ന ആളുകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ ഏതൊരാൾക്കും ഏതൊരു സ്ത്രീക്കും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ എടുത്തിട്ട് ഇടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പുരുഷൻ കുടുങ്ങുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ പുരുഷ കമ്മീഷന്റെ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള പക്വതയില്ലാത്ത ആളുകൾ ഒഴിവാക്കി നല്ല പക്വതയുള്ള ആളുകൾ വെച്ചിട്ട് പുരുഷന്മാർക്കും ഒരു കമ്മീഷൻ വേണോ എന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം നമുക്കും എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്ന സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഈ വിഷയത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തെ, ഒരു കുടുംബനാഥൻ, ഈ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു. അപ്പൊ ആ കുടുംബത്തെ അനാഥമാക്കിയത് കൊണ്ട്, അദ്ദേഹത്തിന് ജീവൻ പൊലിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് ഇതുകൊണ്ട് എന്താണ് നേടാനായത്? നിങ്ങളെപ്പോലുള്ള ഒന്നോ രണ്ടോ സ്ത്രീകൾ അനാഥമാവുകയാണ് അവിടെ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിയമപാലകരോടും സർക്കാരിനോടൊക്കെ പറയാനുള്ളത്, ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിയമം നമ്മുടെ നാട്ടിൽ വേണം. അത് വളരെ അനിവാര്യമാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.